ജയ വരുണല്ലേ ഇത്? ആ അതെ. വരുൺ, വാട്ട് എ സർപ്രൈസ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആൻറ്റി. ഗുഡ് മോർണിംഗ്. അല്ല എപ്പോഴാ രണ്ടാളും യൂസ് ചെയ്യുന്ന വന്നേ? ആക്ച്വലി ഞങ്ങൾ വന്നിട്ട് 2 weeks ആയി. ആ പക്ഷേ നിലത്ത് നിന്നിട്ടില്ല. ശരി. അല്ലെങ്കിൽ ഞങ്ങൾ കണിമംഗലം വരെ വരുമായിരുന്നു. വരുണിന്റെ കല്യാണത്തിന് അച്ഛൻ വിളിച്ചിരുന്നു. ഓ. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും നാട്ടിലില്ലായിരുന്നു. എന്താ മോളുടെ പേര്? രാധിക. ഒരു ദിവസം പത്മിനി വിളിച്ചപ്പോ പത്മിനി എന്നോട് പറഞ്ഞു വരുണന്റെ ഭാര്യ കാണാൻ സുന്ദരിയാണെന്ന്, നല്ല അടക്കം ഒതുക്കമുള്ള കുട്ടിയാണെന്ന്. സത്യ, കണ്ടാ തന്നെ പറയും. വരുൺ, ഈ വിവാഹം എന്ന് പറയുന്നത് ലോട്ടറി പോലെ. ഒരാളെ ഒത്തുകിട്ടിയ അത് ദൈവത്തിന്റെ സമ്മാനമെന്നേ പറയാൻ കഴിയും. വെരി സിൻസിയർലി ഞാൻ പറയാം, നിങ്ങൾ രണ്ടുപേരും പെർഫെക്റ്റ് ജോഡിയാ. ഓ അയ്യോ അത് കാണുന്ന എല്ലാ പെൺകുട്ടികളിലും എന്തെങ്കിലും തകരാറ് കണ്ടുപിടിക്കുന്നതാണ് ശേഖർ. കുട്ടിയുടെ കാര്യത്തിൽ അങ്ങനൊന്നും കണ്ടുപിടിച്ചില്ല. ഭാഗ്യമൊന്നും കരുതിയാ മതി. അല്ല അങ്കിളും ആൻറ്റി എപ്പോഴാ കണിമംഗലത്തേക്ക് വരുന്നത്? വരടോ, 1-2 പ്രോപ്പർട്ടീസിന്റെ രജിസ്ട്രേഷൻ ഉണ്ട്. അറിയാലോ ഗവൺമെന്റ് കാര്യങ്ങൾ. എന്തായാലും പോകുന്നതിന് മുമ്പ് ഞങ്ങൾ തീർച്ചയായിട്ടും വന്നിരിക്കും, അല്ലേ? ജയ, ഇവരെ കണ്ട സന്തോഷത്തിന് നമുക്കൊരു സെൽഫി എടുത്താലോ? അത് പിന്നെ വേണ്ടേ? വരുൺ പ്ലീസ്. ആയിക്കോട്ടെ. എന്താ കുട്ടി, ഇങ്ങോട്ട് നിക്കേ, വാ. അല്ല കുഴപ്പമില്ല. അത് കൊള്ളാം, അവരൊന്നിച്ചല്ലേ നിൽക്കേണ്ടത്. മോള് ഇവിടെ വാ, ഇവിടെ നിൽക്ക്. അല്ല, ഇവിടെ നിക്ക്. ഇങ്ങ് വാ, ഇവിടെ നിന്നോ. ഇവിടെ നിൽക്ക്. സ്മൈൽ പ്ലീസ്. ഭയങ്കര നാണോ? കുട്ടി അധികം സംസാരിക്കാറില്ലേ? ഇയാള് നന്നായിട്ട് സംസാരിക്കും, ഒന്ന് ഇണങ്ങണം, അത്രേ ഉള്ളൂ. ഓക്കെ വരുൺ, അച്ഛനോട് അന്വേഷണം പറയാം. ഓക്കെ. ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ, ഒരു സ്ഥലത്തെത്താനുള്ള സമയമായി. പുതുമോടിയല്ലേ, നിങ്ങൾ എൻജോയ് ചെയ്. ഇറങ്ങട്ടെ മോനെ. ശരി. ഓക്കെ ആൻറ്റി. ശരി മോളെ. ബൈ. ശരി. അവരോട് എന്താ പറയാതിരുന്നേ? നമ്മള് ഭാര്യയും ഭർത്താവും അല്ലെന്ന്. സത്യമല്ലേ പറയേണ്ടത്, നമ്മുടെ ഭാര്യ ഭർത്താവല്ലേ? അവരിനി ആരോടെങ്കിലും പോയി പറഞ്ഞാലോ? അവര് പറഞ്ഞു കേട്ടില്ലേ അവർക്ക് നിലത്തേക്കാൻ ഒരു സമയമില്ലെന്ന്. അതിനിടല്ലേ ഇതിനൊക്കെ എപ്പോഴാ സമയം? എനിക്ക് പേടിയാവുന്നു. അല്ല കൂട്ടുപ്രതി ഉണ്ടല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നത്? ഇല്ല കളിയാ. അതെ, നമ്മള് ചെറുപ്പമല്ലേ, ഇത്തിരി കളിയും കുസൃതിയൊക്കെ ആവാം. അവര് പറഞ്ഞു കേട്ടില്ലേ പെർഫെക്റ്റ് ജോഡിയാണെന്ന്. അങ്ങനെ തോന്നുന്ന തന്നെ വലിയ കാര്യമല്ലേ? എനിക്ക് ഏതായാലും സന്തോഷമായി. എനിക്കൊട്ടും സന്തോഷം തോന്നുന്നില്ല. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്?